എക്കാലവും ശൂന്യവും നാശവും പരാജയവും മാത്രവുമല്ല, നിങ്ങളുടെ ജീവിതം അർഹിക്കാത്ത നന്മകൾ കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും, സമുദ്രത്തിന് ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ജീവിതത്തിൽ എന്തൊക്കെയോ വന്നെത്താൻ പോകുന്നു എന്നൊരു സന്ദേശമാണ് ഈ വചനത്തിൽ കൂടെ ദൈവം സംസാരിക്കുന്നത്. എൻ്റെ ജീവിതം രക്ഷപ്പെടുമോ? എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടവനാകാൻ കഴിയുമോ? എനിക്ക് ഉയരുവാൻ കഴിയുമോ എന്നൊക്കെ 100 ചോദ്യങ്ങൾ മനുഷ്യ മനസ്സുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. സ്തോത്രം. ചിലതൊക്കെ കണ്ട് നിന്റെ കണ്ണ് പ്രകാശിക്കാൻ പോവുക, ചിലതൊക്കെ കണ്ട് നിന്റെ ഹൃദയം പിടച്ച് വികസിക്കുവാൻ പോകുകയാണ്. സമുദ്രം കടന്ന് ധനം നിന്റെ അടുക്കൽ വരും എന്ന് പറഞ്ഞാൽ ചിന്തിക്കാത്ത വഴികളിലൂടെ ചില അനുഗ്രഹങ്ങൾ നിനക്ക് ദൈവം തരാൻ പോകും. നീ ഇങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയല്ല, ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയല്ല. നിനക്ക് പുതിയൊരു ഇരിപ്പിടം തന്ന്, പുതിയൊരു ജോലി തന്ന്, പുതിയൊരു വഴി തുറന്ന്, പുതിയൊരു യാത്ര തന്ന് നിന്നെ മാനിക്കാനുള്ള ദൈവത്തിന്റെ സമയമായി. ധനം സമുദ്രം കടന്ന് നിന്റെ അടുക്കൽ വരും. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. നിന്നോട് വാഗ്ദത്തമുണ്ട്, നീ വെക്കാത്ത വീടും വെച്ചുണ്ടാക്കാത്ത തോട്ടവും വെട്ടാത്ത കിണറും നിനക്ക് തരാം. ദൈവം നിനക്ക് വേണ്ടി ശ്രേഷ്ഠമേറിയ ചിലത് ഒരുക്കിയിട്ടുണ്ട്. അത് കണ്ട് നിന്റെ കണ്ണ് പ്രകാശിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. എന്തോ ഒരു കാര്യം നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകും. നീ വളരെ നാൾ കൊതിച്ചത്, പ്രാർത്ഥിച്ചത്, ആഗ്രഹിച്ചത് നിന്നിലേക്ക് വരുന്നു. നമുക്കൊന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അത് വേഗം സംഭവിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നീ അനുഭവിക്കേണ്ട ധനം സമുദ്രം കടന്നു വരുമെന്നും ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരുമെന്നും വചനത്തിൽ വായിക്കുന്നല്ലോ. കർത്താവേ, ചിലത് കണ്ട് ശോഭിക്കുവാൻ, ചിലത് കണ്ട് ഹൃദയം പിടച്ച് വികസിക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കുന്നതുകൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വർധനവിനാൽ അവർ വർദ്ധിക്കപ്പെടുകയും നിറവിനാൽ അവർ നിറയ്ക്കപ്പെടുകയും അനുഗ്രഹത്താൽ അവർ അനുഗ്രഹമാക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ കുടുംബത്തിലേക്ക്, നിന്നിലേക്ക് ഒരു പുതിയ അനുഗ്രഹം ദൈവം തുറന്നു വിടുന്നു. God bless you.